ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 16/9/2020 ഇലക്ട്രീഷ്യൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 032/2020, കാറ്റഗറി 102/2017, 102/2017 കാറ്റഗറി നമ്പറിലായിരുന്നു ഈ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇലക്ട്രീഷ്യൻ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ക്വസ്റ്റ്യൻ കോഡ് 32/2020. Then let's discuss about the solution. Going for first question. If in a conductor n is the number of free electrons available per meter cube, v be the axial drift velocity in meter per second, A is the area of cross section of the conductor and E is the charge of free electrons, then what will be the current density J? N free electrons, V drift velocity, A area, then E charge. What is the value of current density ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാല്യൂസ് എല്ലാം വെച്ചിട്ട് കറണ്ടിൻ്റെ റിലേഷൻ NEAV എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ പഠിച്ചതായിരിക്കും. സോ NEAV വെച്ചിട്ട് കറണ്ട് ഡെൻസിറ്റി, ദിസ് കറണ്ട് ഫോർ കറണ്ട് ഡെൻസിറ്റി J is equal to I by A. So NEAV by A, it is given as NEV. Option D is the correct answer. Then question number 2. If there are 3 resistors of R ohm in which 2 resistors are connected in parallel, 2 resistors are connected in parallel and the third resistor is connected in series with this parallel combination, what will be the effective resistance of the series parallel circuit? Means 3 resistance ഉണ്ട്, 2 എണ്ണം ആദ്യം പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, അതിനോട് ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, R. What is the effective resistance? ഇനിഷ്യലി 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ we will get the total resistance R/2. 1/R is equal to 1/R1 plus 1/R2 എന്ന് പറഞ്ഞ റിലേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ R/2 കിട്ടും, ഈക്വൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ. പ്ലസ് ഇൻ സീരീസ് ആണ് R/2 പ്ലസ് R/2 which is equal to 3/2R. ഓപ്ഷൻ C, 3/2R means R plus R means 3R/2. Option C is the correct answer. Then question number 3. Resistance of a material is independent of resistance, law of resistance as per law of resistance R is equal to rho L by A എന്നുള്ളതാണ്. rho L by A ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്ന് ലെങ്ത്, രണ്ടാമത്തത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മൂന്നാമത്തത് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓർ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ, നാലാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ ടെമ്പറേച്ചർ ആണ്. സോ ക്വസ്റ്റ്യൻ ഈസ് ഇൻഡിപെൻഡന്റ്, മെറ്റീരിയൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്, നാച്ചർ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡന്റ് ആണ്, ലെങ്ത് ഡിപ്പെൻഡന്റ് ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. So the answer is option A, magnetic flux. Resistance is independent of magnetic flux. Then question number 4. What will be the current drawn by a lamp of rating 230 volt 100 watt when it is connected across 50 volt? 230 volt 100 watt rating ഉള്ള ഒരു ലാമ്പിൽ 50 volt കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ what is the value of resistance? So resistance R is equal to what is the current ആണ് ചോദിച്ചത്. R is equal to V square by P, 230 square divided by 100, it is will be the answer is 529 ohm. ഇതാണ് നമ്മുടെ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വോൾട്ട് ആണ്. 50 വോൾട്ട് അപ്ലൈ ചെയ്യുന്നു, റെസിസ്റ്റൻസ് 529 ഓം ആണെങ്കിൽ ദ കറണ്ട് I is equal to V by R. According to that relation, V by R is equal to 50/529. സോൾവ് ചെയ്യുന്ന സമയത്ത് you will get it as 0.0945. Option A is the correct answer. Then question number 5. 1 kilowatt is equal to, question number 5, 1 kilowatt is equal to how much joules എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ 1 കിലോ വാട്ടിനെ ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു 36 ഇൻറ്റു 10⁵5 ജൂൾ. 36 ഇൻറ്റു 10⁵5 ജൂൾ ആണ് 1 കിലോ വാട്ട് അവർ. Then what is the unit of power? Power we can write it as P is equal to V into I. V യുടെ യൂണിറ്റ് വോൾട്ടേജ് ആണ്. സോ വോൾട്ട്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. വോൾട്ട് ആംബിയർ ആണ് പവറിൻ്റെ ഒരു യൂണിറ്റ്. ഇതിനെ തന്നെയാണ് നമ്മൾ വാട്ട് എന്നും പറയുന്നത്. ഇത് രണ്ടും ഈ ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഇൻ ടേംസ് ഓഫ് ജൂൾ ആണ്. ആസ് പെർ ജൂൾ പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ one of the unit is joule per second. That is option B. Then question number 7. According to Kirchhoff voltage law in closed loop. Kirchhoff law, രണ്ട് Kirchhoff law ഉണ്ടായിരുന്നു, Kirchhoff voltage law and current law. As per Kirchhoff voltage law, sigma V is equal to 0 എന്നാണ്. Total sum of EMF plus total drop is equal to 0. ഇതാണ് Kirchhoff voltage law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 0, വിച്ച് ഈസ് ടോട്ടൽ കറണ്ട് ഇൻകമിങ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. സോ ഇതിലുള്ള റിലേഷൻ വരുന്നത് സിഗ്മ ഐ ആർ പ്ലസ് സിഗ്മ ഇ എം എഫ് ഈസ് ഈക്വൽ ടു 0, വിച്ച് ഈസ് ഓപ്ഷൻ സി. Then question number 8. When two resistors R1 and R2 are connected in series and this series combination is connected across a volt V, what is the voltage across resistance R1? ഇത് രണ്ട് റെസിസ്റ്റൻസ്, when two resistors are connected in series and this series combination is connected to voltage V. നമ്മളുടെ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് ഇവിടെ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, R1 ആൻഡ് R2. സീരീസ് കണക്ഷൻ്റെ സ്പെഷ്യാലിറ്റി രണ്ടിൻ്റെയും കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ രണ്ടിൻ്റെയും കിട്ടുന്ന വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടിനും അക്രോസ് ഉള്ള അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V വോൾട്ടാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് VR1ഉം സെക്കൻഡ് റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് VR2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് R1 എന്നാണ് ചോദിച്ചത്. സോ VR1 ഓർ V1 ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു R1 ബൈ R. R means total resistance. That is equal to V into R1 divided by R1 plus R2. V into R1 divided by R1 plus R2. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ആപ്ഷന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇല്ല. ക്വസ്റ്റ്യനിൽ ഈ ബൈലാറ്ററൽ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ വേർഡ് ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നതാണ്. ഇതായിരുന്നു കറക്റ്റ് ആൻസർ വരേണ്ടിയിരുന്നത്, V ഇൻറ്റു R1 ബൈ R1 പ്ലസ് R1. ബട്ട് ബേസിക് ക്വസ്റ്റ്യൻ ഫൈനലി ഡിലീറ്റ് ചെയ്തു. ഈ ബൈലാറ്റർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആൻസർ ഈസ് എ. ദെൻ VR2 is equal to V into R2 divided by R. That's equal to V into R2 divided by R1 plus R2. Similarly, ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആവുന്നതിന് പകരം സപ്പോസ് ദീസ് റെസിസ്റ്റൻസ് ആർ ഇൻ പാരലൽ, ഇത് രണ്ടും പാരലൽ ആയിരുന്നുവെങ്കിൽ ഇവിടെ പാരലൽ കണക്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സെയിം, ഇവിടെ വരുന്ന കറണ്ട് ഡിഫറെൻറ്റും ആയിരുന്നു. ഇവിടെ വരുന്ന കറണ്ട് R1ൽ വരുന്ന കറണ്ട് I1ഉം R2ൽ വരുന്ന കറണ്ട് I2 ആയിരുന്നെങ്കിൽ ആസ് പെർ കറണ്ട് ഡിവിഷൻ റൂൾ I1 is equal to I into R2 divided by R. I into R2 divided by R. ഇവിടെ സെയിം I1 ഇവിടെ ആയിരുന്നെങ്കിൽ ന്യൂമറേറ്ററിൽ 1 ആയിരുന്നു, ബട്ട് ഇവിടെ I1 ആണെങ്കിൽ ന്യൂമറേറ്ററിൽ R2 ആണ് വരേണ്ടത്. സോ I2 is equal to I into R1 divided by R. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂളും കറണ്ട് ഡിവിഷൻ റൂളും. പ്രോബ്ലി ഇത് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, മീൻസ് പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. Then question number 9. Two resistors 4 ohm and R ohm are connected in parallel across 20 volt supply. What will be the value of unknown resistance R when 100 watt power is dissipated in it? മൂന്ന് റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം 4 ohm റെസിസ്റ്റൻസ് and R ohm resistors are connected parallel to 20 volt. Two 4 ohm resistance, right? രണ്ട് 4 ohm റെസിസ്റ്റൻസും ഒരു R ohm റെസിസ്റ്റൻസും 20 വോൾട്ട് സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. 20 volt supply. What will be the value of unknown resistance when 100 watt power dissipated in it? ഇതിനകത്ത് ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ 100 watts ആണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് P is equal to P1 plus P2 plus P3 എന്ന് വേണമെങ്കിൽ ചെയ്യാം. സപ്പോസ് നമ്മൾ വേറെ ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ P is equal to 100 watt ആണ് തന്നിരിക്കുന്നത്. ഇതിലുള്ള ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P by V ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 100 divided by 20, that's equal to 5 ampere. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to ഈ 4 പാരലൽ ആണ്. സോ 4 പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ റെസിസ്റ്റൻസ് 4 പാരലൽ ടു 4 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2
ആ 2 ohm റെസിസ്റ്റൻസ് R ഉമായും പാരലൽ ആണ്, 2 parallel to R. 2 parallel to R means 2R divided by R plus 2. 2R divided by R plus 2. അപ്പോൾ കറണ്ട് 5 ആംപിയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 5 ആംപിയർ ഇസ് ഈക്വൽ ടു V ബൈ R ആണ്. അങ്ങനെയാണെങ്കിൽ വിയുടെ വാല്യൂ 20 ആണെങ്കിൽ ആറുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2R ഇൻറ്റു R പ്ലസ് 2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4 ohm. R is equal to 4 ohm. ഇതാണ് ആൻസർ, ഓപ്ഷൻ ബി. Then question number 10. The circuit whose properties or characteristics are same in either direction. രണ്ട് ഡയറക്ഷനിലും സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറയുക സെയിം ആയിട്ടുള്ള ആളുകളെ പറയുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. ആ ബൈലാറ്ററലാണ് ക്വസ്റ്റ്യനിലെ 8ാമത്തെ ക്വസ്റ്റ്യനിലെ എയിൽ വന്ന് കിടക്കുന്നത്. ബൈലാറ്ററൽ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആൻസർ ഈസ് ബൈലാറ്ററൽ ആണ്, മീൻസ് നൺ ഓഫ് ദീസ് ആണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. PSC ക്വസ്റ്റ്യൻ ഓപ്ഷൻ പിന്നീട് തിരുത്തിയിട്ടുണ്ട്, നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ് ആൻസർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലും ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിട്ടുള്ളതിനെ ബൈലാറ്ററൽ എന്ന് പറയും. ഒരു ഡയറക്ഷനിൽ ക്യാരക്ടർ വേറെയും മറ്റേ ഡയറക്ഷനിൽ ക്യാരക്ടർ വേറെയാണെങ്കിൽ, രണ്ട് ഡയറക്ഷനും ക്യാരക്ടറിസ്റ്റിക്സ് വേറെയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് യൂണിലാറ്ററൽ. ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ചേഞ്ചിനനുസരിച്ച് പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് ആർ കോൾഡ് ലീനിയർ സർക്യൂട്ട്സ്. പാരാമീറ്റർ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ചേഞ്ചിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ ലീനിയർ സർക്യൂട്ട്സ്. Then question number 11. What is the unit of absolute permittivity? Absolute permittivity mu 0 is equal to absolute permittivity epsilon 0 is equal to 8.85 into 10 raised to minus 12 farad per meter. Farad per meter ആണ് അതിന്റെ യൂണിറ്റ്. Then question number 12. According to Coulomb's law, what will be the force between two charges Q1 and Q2 at the distance r meter in vacuum? Coulomb's law, as per Coulomb's law, force is directly proportional to product of the charges and inversely proportional to square of the distance between the charges. ഇത് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് F is proportional to Q1 Q2 by R square. നമ്മൾ ഈക്വൽ ആക്കി എഴുതി കഴിഞ്ഞാൽ that is 1/4 pi epsilon 0 Q1 Q2 by R square. 1/4 pi epsilon 0 യുടെ വാല്യൂ ആണ് 9 into 10 raised to 9. So 9 into 10 raised to 9 Q1 Q2 by R square means R ന് പകരം ഇവിടെ D ആണ് തന്നിരിക്കുന്നത്. D is equal to so option A is the correct answer. Then question number 13. Unit of electric field. Electric field is the region which stress exists. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന റീജിയനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് E is equal to force by Q ആണ്, ഫോഴ്സ് ബൈ ചാർജ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ പെർ കൂളം. ഐ തിങ്ക് ദിസ് ഇസ് ദ കറക്റ്റ്, യെസ്, ന്യൂട്ടൺ പെർ കൂളം. ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, 9 into 10 raised to 9 into Q by R square, 1/4 pi epsilon 0 Q by R square എന്നുണ്ടാവും. അതിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ കൂളം എന്ന് പറഞ്ഞ യൂണിറ്റ് കിട്ടും. Question number 14. If in shifting 1 coulomb of positive charge from infinity to a certain point in the electric field, the work done and the potential at that point are. ഇത് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേമിന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അല്ലെങ്കിൽ 1 ജൂളോം ആൻഡ് 1 വോൾട്ട്. 1 വോൾട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ 1 ജൂൾ അല്ലെങ്കിൽ 1 വോൾട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ ആണ് ക്വസ്റ്റ്യൻ തന്നത്. Electric potential is the work to bring a unit positive charge from infinity to a certain electric field. So that work is 1 joule and the potential is 1 volt. So option A is the correct answer. Question number 15. The capacitance of a multiple capacitor. Multiple capacitor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾ ഒരുപാട് പ്ലേറ്റുകൾ വരും. ഒരുപാട് പ്ലേറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് മൾട്ടിപ്പിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. ഇതിനാണ് മൾട്ടിപ്പിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു വേരിയബിൾ കപ്പാസിറ്റർ, മൾട്ടിപ്പിൾ കപ്പാസിറ്റർ അല്ലെങ്കിൽ വേരിയബിൾ കപ്പാസിറ്റർ. വേരിയബിൾ കപ്പാസിറ്ററിനകത്ത് n നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് പ്ലേറ്റ്സ് n ആണെങ്കിൽ അതിനകത്ത് n-1 കപ്പാസിറ്റൻസ് ഉണ്ടാവും. n-1 കപ്പാസിറ്റൻസ് ഉണ്ടാവും. കാരണം ഇതിനകത്ത് നോക്കുക 1 2 3 4 5 5 പ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഒരു കപ്പാസിറ്റൻസ്, ഇവിടെ ഒരു കപ്പാസിറ്റൻസ്, ഇവിടെ ഒരു കപ്പാസിറ്റൻസ്, ഇവിടെ ഒരു കപ്പാസിറ്റൻസ്. 5 പ്ലേറ്റുള്ളതിൽ 4 കപ്പാസിറ്റൻസ് ആണുള്ളത്. സോ ഇഫ് the number of plates are n, the total value of number of capacitors is n-1. Number of capacitors n-1 ആണെങ്കിൽ capacitance value n in epsilon 0 epsilon r a by d. n-1 into epsilon 0 epsilon r a by d. Option A is the correct answer. Then question number 16. When two capacitors 10 microfarad and 20 microfarad are connected in series, what will be the equivalent capacitance?
രണ്ട് കപ്പാസിറ്റൻസുകൾ 10 മൈക്രോ ഫാരഡും 20 മൈക്രോ ഫാരഡും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആണെങ്കിൽ 1/C is equal to 1/C1 plus 1/C2 or C1 plus C2. So I can write it as C is equal to 10 into 20 divided by 20 plus 10. While solving, you will get it as 6.66 microfarad. Option C. Question number 17. The ratio of intensity of magnetization I to the magnetic force H is called. Magnetic intensity of magnetization മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് എച്ചും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് സസെപ്റ്റബിലിറ്റി. ഇതിനെ പറയുന്ന പേരാണ് സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി ഡെഫിനിഷനാണ് I/H. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷനിൽ ബാക്കിയുള്ള ആളുകൾ നോക്കുക. ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ദ 5/A ആണ്. ദാറ്റ്സ് യൂണിറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M/4π0 R ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംബിയർ. സസെപ്റ്റബിലിറ്റി യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ് കേട്ടോ. സസെപ്റ്റബിലിറ്റി യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ. പെർമിയൻസ് ഇസ് ദ 1/റിലക്റ്റൻസ്. 1/റിലക്റ്റൻസിനെ പറയുന്ന പേരാണ് പെർമിയൻസ്. വെബർ പെർ ആംബിയർ ടേൺ ഇസ് ദ യൂണിറ്റ്. സോ മാത്തമാറ്റിക്കലി ഇക്വേഷൻ വെച്ചുള്ള ഡെഫിനിഷൻ ആണ് എല്ലാത്തിൻ്റെയും പറഞ്ഞത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. Which parameter in magnetic circuit is analogous to resistivity in electric circuit? റെസിസ്റ്റിവിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിലെ പാരാമീറ്റർ. റെസിസ്റ്റിവിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ള ആളാണ് റിലക്റ്റിവിറ്റി. ഓപ്ഷൻ സി. ഇനി റെസിസ്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ള ആളാണ് റിലക്റ്റൻസ്. റെസിസ്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ള ആളാണ് റിലക്റ്റൻസ്. കണ്ടക്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ള ആളാണ് പെർമിയൻസ്. കണ്ടക്റ്റൻസിന്റെ അനലോഗസ് ആണ് പെർമിയൻസ്. കണ്ടക്ടിവിറ്റിയുടെ അനലോഗസ് ആണ് പെർമിബിലിറ്റി. പെർമിബിലിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ള ആളാണ് പെർമിബിലിറ്റി. ദെൻ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19. റേഷ്യോ ഓഫ് ടോട്ടൽ ഫ്ലക്സ് ടു ദ യൂസ്ഫുൾ ഫ്ലക്സ് ഈസ് കോൾഡ്. റേഷ്യോ ഓഫ് ടോട്ടൽ ഫ്ലക്സ് ടു ദ യൂസ്ഫുൾ ഫ്ലക്സ് ഈസ് കോൾഡ്. ടോട്ടൽ ഫ്ലക്സ് divided by useful flux, which mean leakage. That is called a leakage coefficient. Option D is the correct answer. MMF is the number of turns into current. Retentivity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റെസിഡൽ മാഗ്നറ്റിസം എക്സിസ്റ്റ് ഇൻ കോർ വെൻ കറണ്ട് ഇസ് സീറോ. നമ്മൾ ഹിസ്റ്ററിസിസ് കർവിലുള്ള രണ്ട് ടേമുകളാണ് റിറ്റൻറ്റിവിറ്റിയും അതേപോലെ തന്നെ കോസി ഫോഴ്സും. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന റിമൈനിങ് മാഗ്നറ്റിസത്തെ പറയുന്നവരാണ് റിറ്റൻറ്റിവിറ്റി. ആ മാഗ്നറ്റിസത്തെ നമ്മൾ ഒഴിവാക്കി ഇതിന്റെ തിരിച്ച് സീറോയിലേക്ക് മാഗ്നറ്റിസം സീറോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് കോസി ഫോഴ്സ്. Then question number 20. Which one of is a diamagnetic material? നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് 3 ടൈപ്പ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണുള്ളത്. ഒന്ന് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് ഇസ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ആ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീല് അതിൻ്റെയൊക്കെ അലോയികളാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ എക്സാമ്പിൾ. രണ്ടാമത്തത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സബ്സ്റ്റൻസ് ആർ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റുമായിട്ട് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിന് എക്സാമ്പിളാണ് അലൂമിനിയം, മാംഗനീസ്, അതുപോലെ തന്നെ പ്ലാറ്റിനം, കോപ്പർ, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളും കൂടെ ഓർത്തിരിക്കണം, വിച്ച് ഈസ് എയർ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് എയർ എന്ന് പറയുന്നത്. അതൊരു ഓർത്തിരിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റ്. സബ്സ്റ്റൻസ് ആർ വിച്ച് ആർ സ്ലൈറ്റ്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റ്. ഇതിന് എക്സാമ്പിളാണ് ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, അതൊക്കെ. അതേപോലെ ഇവിടെയുള്ള വേറൊരാളാണ് വാട്ടർ. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ അടുത്തൊരു എക്സാമ്പിളാണ് വാട്ടർ. ഈ വാട്ടറും എയറും അതേപോലെ തന്നെ ബിസ്മത്തും, ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടേമാണ്. കാരണം ബിസ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്സ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് ബിസ്മത്ത്. വാട്ടർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, എയർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഈസ് ദ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓപ്ഷൻ സി ബിസ്മത്ത്. ബിസ്മത്ത് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ദ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിലെ 2 റേഷ്യോകളാണ്, 2 ഫാക്ടറുകളാണ്. ഒന്ന് ഫോം ഫാക്ടർ, അതേപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പി ഫാക്ടർ. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ആദ്യം ഫോം ഫാക്ടർ പറയാം. ഫോം ഫാക്ടർ ഈസ് ദ RMS വാല്യൂ
ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂൻ്റെയും ആവറേജ് വാല്യൂൻ്റെയും റേഷ്യോ പറയുന്ന പേരാണ് ഫോം ഫാക്ടർ, വിച്ച് ഈസ് 1.11. ദെൻ അടുത്തതാണ് ക്രസ്റ്റ് ഫാക്ടർ. ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ അതല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ക്രസ്റ്റ് ഫാക്ടർ ഓർ പീക്ക് ഫാക്ടർ ഓർ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ. ഇതിൻ്റെ ഡെഫിനിഷൻ is equal to maximum value by RMS value. Maximum value by RMS value. ഈ maximum value by RMS value ചെയ്ത് കഴിഞ്ഞാൽ you will get it as 1.414. So 1.414 ആണ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ, 1.11 ആണ് ഫോം ഫാക്ടർ അല്ലെങ്കിൽ ഫോം ഫാക്ടർ എന്ന് പറയും. ദെൻ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.637 ഇൻറ്റു മാക്സിമം വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് 0.707 മാക്സിമം വാല്യൂ. So നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, നമുക്ക് 3 സർക്യൂട്ടുകളുണ്ട്: റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് സർക്യൂട്ട്. റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. സോ I is equal to Im sin omega t. ഇൻഡക്ടറിന്റെ കേസിൽ 90 ഡിഗ്രി ലാഗിംഗ് ആണ്. സോ Im sin omega t മൈനസ് പൈ ബൈ 2. കപ്പാസിറ്റൻസിന്റെ കേസിൽ കറണ്ട് ലീഡിംഗ് ആണ്. സോ Im sin omega t പ്ലസ് പൈ ബൈ 2. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. Im sin omega t മൈനസ് പൈ ബൈ 2, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ദെൻ ദ വാല്യൂ ഓഫ് ജെ. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി ഫാക്ടർ അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പറിലുള്ള ഒരു ഇമാജിനറി ഫാക്ടർ ആണ്. ഐ അല്ലെങ്കിൽ ജെ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന വെക്ടറിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. The j is equal to root of minus 1. J യുടെ value root of minus 1. Option A. Then question number 24. Q factor is the ratio of. Q factor. Q factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q factor is the ratio of 1 by power factor നെയാണ് Q factor എന്ന് പറയുന്നത്. അപ്പോൾ power factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ power factor is the cosine of the angle between voltage and current. Cos phi. ഇതിനെ തന്നെ മറ്റൊരു രീതി പറയുന്നതാണ് R ബൈ ഇസെഡ്. അതല്ലെങ്കിൽ ട്രൂ പവർ ബൈ അപ്പാരന്റ് പവർ. അതല്ലെങ്കിൽ വാട്ട്സ് ബൈ വോൾട്ട് ആംപിയർ. ഇതൊക്കെ പവർ ഫാക്ടറിന്റെ ഡെഫിനിഷൻസ് ആണ്. കോസ് ഫൈ, ആർ ബൈ ഇസെഡ്, ട്രൂ പവർ ബൈ അപ്പാരന്റ് പവർ, വാട്ട് ബൈ വോൾട്ട് ആംപിയർ. സോ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും വരാം. നമുക്ക് തന്നിരിക്കുന്നത് ആർ ബൈ ഇസെഡിന്റെ ടേമിലാണ്. സോ ഇസെഡ് ബൈ ആർ ആണ്. ഇസെഡ് ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ക്യൂ ഫാക്ടറിൽ ഇതേപോലെ തന്നെ 1-2 കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയുന്നു. ക്യൂ ഫാക്ടറിന് വേറെ റിലേഷൻ ഒമേഗ എൽ ബൈ ആർ ഈക്വൽ ടു അല്ലെങ്കിൽ 2 പൈ ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ്. മാക്സിമം എനർജി സ്റ്റോർഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. ഇതൊക്കെ ക്യൂ ഫാക്ടറിന്റെ ഡെഫിനിഷൻസ് ആണ്. Q factor equal to 1 by power factor or omega L by R or 2 pi into maximum energy stored by energy deposited per cycle. Power factor is cos phi അല്ലെങ്കിൽ R by Z അല്ലെങ്കിൽ true power by apparent power അല്ലെങ്കിൽ watt by volt ampere. Then question number 25. A coil is connected in series with a pure capacitor. A coil is connected in series with a pure capacitor. The combination is fed from a 10 volt supply of 10,000 Hz. It was observed that the maximum current of 2 ampere flows in the circuit when the maximum current flows 2 ampere when the capacitor value is 1 microfarad. 1 microfarad capacitor value ഉള്ള സമയത്ത് തന്നിരിക്കുന്നത് എൽ സി സർക്യൂട്ടാണ്. അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 10 വോൾട്ട് 10,000 ഹെഡ്സ് ആണ്. ദിസ് ഇസ് 1 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ എന്നും തന്നിട്ടുണ്ട്. സോ ഈ ഒരു കേസ് മാക്സിമം കറണ്ട് 2 ആംപിയർ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്നാണ്, വിച്ച് ഈസ് ദ കേസ് ഓഫ് റെസൊണൻസ്. ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു ഓൺലി ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. സോ വി ബൈ ഐ ഇസ് ഈക്വൽ ടു ആർ. Directly you can find it as V by is equal to R 10 by 2, that is equal to 5 ohm. Option B. D alla B ആണ് option B. Then question number 26. The instantaneous value of voltage across capacitor of 10 farad is Vm sin omega t. What will be the capacitance of the circuit? X is equal to 1 by 2 pi Fc ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ്. Vm sin 340 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vm sin omega t. Omega is equal to 2 pi f. So I can write it as x is equal to 1 by omega യുടെ വാല്യൂ 2 pi f ന്റെ ഡയറക്റ്റ് വാല്യൂ 314 into c is equal to
സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈക്രോ ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. 10 ഫാരഡ്, മൈക്രോ ഫാരഡ് അല്ല 10 ഫാരഡ് ഇൻറ്റു 10. ഇതിനകത്ത് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് ഈ ഓപ്ഷൻ ഉണ്ടോ നോക്കുക, 1/3140. നോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. 3140 എനിക്ക് വേറെ രീതിയിൽ എഴുതാം. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 ആണ്. അപ്പോൾ 3110 എനിക്ക് 1000 പൈ എന്ന് എഴുതാലോ. 3140 1000 പൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ദാറ്റ് ഇസ് കറക്റ്റ് ആൻസർ. Question number 27. R12, R23 and R31 are the three resistors in star connection. What will be the expression of R in delta connection? Actually the question തെറ്റാണ്. കറക്റ്റ് ചെയ്ത് ഞാൻ ഇതിൻ്റെ റിലേഷൻസ് പറയാം. R1, R2, R3 ഇത് മൂന്ന് ഞാൻ എടുക്കുന്നത്. R1, R2, R3 ഇത് മൂന്നും സ്റ്റാർ കണക്ഷനിലുള്ള വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. സ്റ്റാർ കണക്ഷനാണ്. അതിൻ്റെ കൂടെ R13, R12, R23 ഇത് ഡെൽറ്റ കണക്റ്റഡ് ആണ്. ഇതിൽ ഈ കേസിനകത്ത് R1 ഈക്വൽ ടു R13 R12 R13 into R12 divided by sum R12 plus R13 plus R23. അതേപോലെ R2 is equal to അതിനടുത്തുള്ള രണ്ടെണ്ണം, അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം, R12 into R23 divided by R12 plus R13 plus R23. Similarly, R3 is equal to അഡ്ജസൻ്റ് ആയിട്ടുള്ളത് R13 into R23 divided by R12 plus R13 plus R23. ഇത് സ്റ്റാർ ഡെൽറ്റ ടു സ്റ്റാർ ആണ്. ഇനി സ്റ്റാർ ടു ഡെൽറ്റ ആക്കണം. സ്റ്റാർ ഡെൽറ്റ ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R12 is equal to R13 is equal to അത് എഴുതണം. R12 equal to R12 ഇതാണ്. ഇതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള R1 R2 R1 plus R2 plus R3 ഓപ്പോസിറ്റ് ആണ്. അവിടെ എന്ത് ചെയ്യാം, ബൈ R3 ഡിനോമിനേറ്ററിൽ എഴുതുക, മുകളിൽ R1 R2 ബൈ R3. അതേപോലെ R12 ആണ് നമ്മൾ എഴുതിയത്. R13 equal to R1 plus R3 plus R1 R3 by R2. R23 is equal to R2 plus R3 plus R2 R3 by R1. This is the relation. Optional answer illa, question is deleted by PSC. The next, what is the RMS value of rectified alternating current? Rectified alternating current ആണ്. ഇതിൽ ഏത് റെക്ടിഫയർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഹാഫ് വേവ് ആണോ ഫുൾ വേവ് ആണോ നമ്മൾ പറഞ്ഞിട്ടില്ല. സോ ക്വസ്റ്റ്യൻ ഇസ് ഡിലീറ്റഡ് ബൈ PSC ബിക്കോസ് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നോക്കാം RMS വാല്യൂ. ഫുൾ വേ റെക്ടിഫയർ എടുക്കുക. ഫോർ ഫുൾ വേ റെക്ടിഫയർ RMS വാല്യൂ is equal to Vm/2. അതേപോലെ തന്നെ ആവറേജ് വാല്യൂ is equal to 2Vm/pi. For half wave rectifier, RMS value is equal to Vm/2. Average value is equal to Vm/pi. ഇതാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. Then question number 29. The maximum value of instantaneous power of pure capacitor circuit is. Maximum value of instantaneous power. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഗ്രാഫ് നോക്കുക. നമ്മുടെ കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ കറണ്ട് ആദ്യം വരച്ചു. അതിനുശേഷം വോൾട്ടേജ് വരച്ചു. ദെൻ പവർ വരയ്ക്കുമ്പോൾ 1 2 3 4 ഇതാണ് പവർ. ഇങ്ങനെ പവർ വരുമ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ടച്ച് ചെയ്യണേ. പവർ ഇതാണ് പവർ. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ ആയി വെച്ചു. മാക്സിമം വാല്യൂ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ ദിസ് ഈസ് ഈക്വൽ ടു Im Vm/2 ഓപ്ഷൻ ബി. ഇതേ സർക്യൂട്ടിൽ കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ ആവറേജ് പവർ ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഫോർ എ ഫുൾ സൈക്കിൾ ആവറേജ് പവർ ഇസ് ഈക്വൽ ടു 0. ട്രൂ പവർ ആണ്. ട്രൂ പവർ ഇസ് ഈക്വൽ ടു 0 ഫോർ average power in cycle. True power is equal to 0. അവിടെ റിയാക്റ്റീവ് പവർ ഉണ്ടാവും. ട്രൂ പവറിൻ്റെ വാല്യൂ ആണ് 0 പറയുന്നത്. 30. In a three-phase star connection system, the angle between line voltage and its phase. Three-phase star connected system, angle between line voltage and phase
ഓപ്ഷൻ ആൻസർ 30 ഡിഗ്രി ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. ആൻസർ 30 ഡിഗ്രി ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ബട്ട് അതെങ്ങനെ വരുന്നത് നോക്കാം. ഇത് VUN VVN VWN 120 ഫേസ് റെഫറൻസിലുള്ള വോൾട്ടേജുകൾ. Then I want to find out the face to face VU and VV. So VU പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, വെക്ടർ സം എടുക്കുക, you will get like this. This is the VUV. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ എത്രയാണെന്നാണ്. ദാറ്റ് ഇസ് 30 ഡിഗ്രി. റെഡി? ഇങ്ങനെയാണ് ഫേസർ വരിക. അതേപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഫേസസ് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും, അടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഇതാണ് സ്റ്റാർ കണക്ഷൻ്റെ ഫൈനൽ ഫേസർ ഡയഗ്രാം എന്ന് പറയും. Question number 31. One of the following meter is not used for measuring DC electrical quantities. DC electrical quantities. DC electrical quantities മെഷർ ചെയ്യാൻ ഉപയോഗിക്കാത്തത് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ നമുക്ക് AC വോൾട്ടേജും DC വോൾട്ടേജും മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അമ്മീറ്റർ AC കറണ്ടും DC കറണ്ടും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. വാട്ട് മീറ്റർ AC അതുപോലെ തന്നെ DC വോൾട്ടേജ്, കറണ്ട്, പവർ മൂന്ന് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വാട്ട് മീറ്റർ. പവർ ഫാക്ടർ മീറ്റർ DC സർക്യൂട്ടിൽ നമുക്ക് പവർ ഫാക്ടർ എക്സ്പ്രസ് ചെയ്യാനില്ല. സോ പവർ ഫാക്ടർ മീറ്റർ DC സർക്യൂട്ടിൽ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യില്ല. ദാറ്റ് ഇസ് ദ ആൻസർ ഈസ് പവർ ഫാക്ടർ മീറ്റർ. Then question number 32. One of the following instrument gives multiple electrical quantities from a connected circuit. Multiple quantities from a connected circuit എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. അതിൻ്റെ ആൻസർ TOD മീറ്റർ ആണ്. TOD മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് ഡേ മീറ്റർ, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീറ്ററാണ് TOD മീറ്റർ. ഇതിൻ്റെ ചെറിയ ഫോമാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി മീറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് വോൾട്ടേജ്, കറണ്ട്, എനർജി. TOD മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ടു ടൈം ഫ്രം ഷിഫ്റ്റുകളായിട്ട് 0 to 8, 8 to 16 അങ്ങനെ ടൈം സ്ലോട്ടുകളായിട്ടുള്ള പാരാമീറ്റേഴ്സ് അടക്കം കിട്ടും. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് തന്നെ അറ്റ് എ ടൈം നമുക്ക് പല റീഡിങ്സ് കാണിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് TOD മീറ്റർ. ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറയുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്ററാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഇതിൻ്റെ മൂന്നാമത്തെ ഓപ്ഷനാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് മീറ്ററാണ്. പല ക്വാണ്ടിറ്റീസ് ഇത് മെഷർ ചെയ്ത് തരും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് തരും, പക്ഷേ ഇത് നമുക്ക് അറ്റ് എ ടൈം തരില്ല. നമ്മൾ വി ഹാവ് ടു ചേഞ്ച് ദ ഓപ്ഷൻസ്. നമ്മൾ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നുകൊണ്ടായിരിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ അറ്റ് എ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TOD മീറ്ററും ആ വാക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല, അതായിരിക്കും അറ്റ് എ ടൈം എന്ന് പറയുന്നത്. മൾട്ടിമീറ്ററിനും നമുക്ക് പല ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ സിംഗ്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു മെഷർ ഡിഗ്രി ഓഫ് ദ സിസ്റ്റം സിംഗ്രണൈസ്. എത്ര ആ സിസ്റ്റം പവർ സിസ്റ്റം സിംഗ്രണൈസ്ഡ് ആണ്. സിംഗ്രണൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മോട്ടറുകളോ ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫോമറുകളോ കമ്പൈൻ ചെയ്യാം. ദാറ്റ് ഇസ് കോൾഡ് സിംഗ്രണൈസേഷൻ. അത് എത്ര ഡിഗ്രിയിൽ സിംഗ്രണൈസ്ഡ് ആണ്, ദാറ്റ് ഈസ് മെഷേർഡ് ബൈ സിംഗ്രണോസ്കോപ്പ്. Then question number 33. The easiest way to identify PMMC instrument. Permanent magnet moving coil instrument ആണ് PMMC instrument. PMMC instrument നമ്മൾ DC പവർ മെഷർമെൻറ്റ്, DC കറണ്ട്, DC വോൾട്ടേജ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ ഈസി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ യൂണിഫോം സ്കെയിൽ ആയിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അതേപോലെ നമുക്ക് മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് MI ഇൻസ്ട്രുമെൻറ്റ്. MI ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് AC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് MI ഇൻസ്ട്രുമെൻറ്റ്സ്. MI ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കും. Then question number 34. In 2 wattmeter method of 3-phase power measurement, when the power factor is 0.5 lagging, 2 wattmeter മെത്തേഡിൽ പവർ ഫാക്ടർ 0.5 ലാഗിങ് ആണെങ്കിൽ നമുക്ക് പല കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് യൂണിറ്റി പവർ ഫാക്ടർ. 2 wattmeter മെത്തേഡിൽ ടോട്ടൽ പവർ is equal to W1 plus W2 എന്നുള്ളതാണ് ടോട്ടൽ പവർ. പവർ ഫാക്ടറിനനുസരിച്ച് പല കണ്ടീഷൻ. ഫോർ യൂണിറ്റി പവർ ഫാക്ടർ ആയിരുന്നെങ്കിൽ 2 wattmeter റീഡിങ്ങും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, W1 plus W2. സോ ദ ടോട്ടൽ പവർ is equal to 2 into W1 or 2 into W2 or sum of the two. Second case, suppose the power factor is 0.5 power factor. 0.5 power factor ആണെങ്കിൽ one of the wattmeter is rated as 0, the second is rated as the total power P. I think the question is this one. മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കാം. For 0.5 less than 0.5 ആണെങ്കിൽ one of the wattmeter show negative indication. Any one of the wattmeter show negative indication and the second one show positive indication. ആ സമയത്ത് പവർ is equal to W2 minus W1 എന്നാണ്. അതായത് നമ്മൾ
കണക്ഷൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് കോയിൽ കണക്ഷൻ റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് റീഡിംഗ് എടുക്കുക. പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈന് കാൽക്കുലേഷനിൽ കൺസിഡർ ചെയ്യണം. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പവർ ഫാക്ടർ ആണ്. സീറോ പവർ ഫാക്ടറിന്റെ കേസിൽ രണ്ട് വാട്ട് മീറ്ററും ഈക്വൽ റീഡിംഗ് ആയിരിക്കും, W1 ഈക്വൽ ടു W2. ബട്ട് ഒരു വാട്ട് മീറ്റർ പോസിറ്റീവ് ആയിരിക്കും, ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് ആയിരിക്കും. ഈ രീതിയിലാണ് വാട്ട് മീറ്റർ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ഡിഫറെൻറ്റ് പവർ ഫാക്ടറിൽ റീഡിംഗ് കാണിക്കുന്നത്. സോ ഇത് 2 വാട്ട് മീറ്റർ 3 ഫേസ് പവർ മെഷർമെന്റ് പവർ ഫാക്ടർ ഇസ് 0.5 ലാഗിങ്. 0.5 ലാഗിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു 0.5 ഇസ് ഈക്വൽ ടു ഒരു വാട്ട് മീറ്റർ 0 കാണിക്കും, മറ്റേ വാട്ട് മീറ്റർ ആൻഡ് ടോട്ടൽ പവർ. സോ ബോത്ത് വാട്ട് മീറ്റർ റീഡ് ഈക്വൽ പവർ അല്ല, 1 വാട്ട് മീറ്റർ റീഡ് ടോട്ടൽ പവർ. ഒരു വാട്ട് മീറ്റർ കൊണ്ട് കിട്ടുന്നതായിരിക്കും രണ്ടിൻ്റെയും പവർ. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 35. ദ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ. നമ്മളെ ജനറൽ കൺസ്ട്രക്ഷനിലുള്ള വോൾട്ട് മീറ്ററിനെയും അമ്മീറ്ററിനെയും റീഡിങ്ങിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒഴിവാക്കി വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഒന്ന് വോൾട്ട് മീറ്ററിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാൻ മെത്തേഡുള്ള ആഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് മൾട്ടിപ്ലയർ എന്ന് പറയും. ഈ മൾട്ടിപ്ലയർ ആഡ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതേപോലെ അമ്മീറ്റർ ആണെങ്കിൽ അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ഷണ്ട്. ഷണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ലോ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഷണ്ടിൻ്റെ വാല്യൂ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ, അതുകൊണ്ടാണ് അതിനെ ഷണ്ട് എന്ന് പറയുന്നത്. പാരലൽ ആയിട്ട് ലോ റെസിസ്റ്റൻസ് ആഡ് ചെയ്യാം. സോ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ ക്യാൻ ബി എക്സ്റ്റെൻഡ് ബൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഓപ്ഷൻ കണക്റ്റിംഗ് ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് മീറ്റർ, ഓപ്ഷൻ എ. ഇവിടെ ഞാൻ മൾട്ടിപ്ലയറിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറയുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അതിനകത്തുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ്ഡ് വോൾട്ട് മീറ്റർ റേഞ്ച് ബൈ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് മൂവിങ് കോയിൽ അറ്റ് FSD. ഇതിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. വാട്ട് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇൻ എ വോൾട്ടേജ് മൾട്ടിപ്ലയർ? Proposed voltage in range, voltmeter range by voltage drop across MC moving coil at FSD. Then synchroscope. നമ്മൾ പറഞ്ഞു തൊട്ടുമ്പ് പറഞ്ഞാണ് synchroscope is used to find the degree which the two systems are synchronized. പവർ ഫാക്ടർ മെഷർമെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, എനർജി മെഷർമെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഫ്രീക്വൻസി മെഷർമെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നൺ ഓഫ് ദിസ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മുടെ സിസ്റ്റം സിങ്ക്രണൈസ്ഡ് ആണ്, വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് സിങ്ക്രണൈസേഷൻ, ദാറ്റ്സ് മെഷർഡ് ബൈ സിങ്ക്രോസ്കോപ്പ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. പവർ ഫാക്ടർ ഇൻസ്ട്രുമെന്റിനെ മെഷർ ചെയ്യാൻ പവർ ഫാക്ടർ മീറ്റർ, ഇതിനെ എനർജി മീറ്റർ, ഫ്രീക്വൻസി മീറ്റർ, ലൈക്ക് വാട്ട് ദ ക്വാണ്ടിറ്റി നെയിം. Question number 37. Which of the following meter having the possibility of creeping error? Creeping error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ creeping error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി മീറ്ററിലുള്ള ഒരു എററാണ് creeping error. എനർജി മീറ്ററിലുള്ള എററാണ്, ഓപ്ഷൻ സി. ദെൻ എന്താണ് creeping error എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി മീറ്ററിലെ ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് കണ്ടിന്യൂസ് ഈവൻ ദോ ദർ ഇസ് നോ ഇലക്ട്രിക് കറന്റ്. അതിനകത്ത് കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ കൂടെ, മീറ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ലെങ്കിൽ കൂടെ ഫ്രീ ആയിട്ട് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു എനർജി മീറ്ററിൻ്റെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. ഈ ക്രീപ്പിംഗ് എറർ എന്നുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓവർ കോമ്പൻസേഷൻ, ഫ്രിക്ഷൻ്റെ ഓവർ കോമ്പൻസേഷൻ ആണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എക്സസ് വോൾട്ടേജ് ഇൻ പ്രഷർ കോയിലിനകത്ത് എക്സസ് വോൾട്ടേജ് വരിക, അതല്ലെങ്കിൽ വൈബ്രേഷൻസോ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റോ കൊണ്ട് നമുക്ക് ഈ ഒരു ക്രീപ്പിംഗ് എറർ ഇൻസ്ട്രുമെന്റിൽ വരാം. ദെൻ ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനർജി മീറ്ററിന്റെ ഡിസ്കിന്റെ മുകളിൽ ഒരു ആക്സിസിൽ ഒരു ഡയമീറ്റർ ആക്സിസിൽ ഒരു ഡയമീറ്ററിൽ 2 ഹോൾസ് ഡ്രിൽ ചെയ്യും. അതിനകത്ത് 2 ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്. Then question number 38. Which one of the following is the step-up transformer? Step-up transformer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമർ, കുറവുള്ള ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ്-ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ പല ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസ്ഫോമർ, പവർ ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ, കറന്റ് ട്രാൻസ്ഫോമർ. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ്-അപ്പ് ട്രാൻസ്ഫോമറിന്റെ എക്സാമ്പിൾ, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 132 kVയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സോ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്ഫോമേഴ്സ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. നമുക്ക് ഓപ്ഷനിൽ നോക്കുക, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ 11 kVയെ 415 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ.
പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കറന്റ് ട്രാൻസ്ഫോമറും ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർമെന്റ് യൂസ്ഡ് ഇൻ മെഷർമെന്റ് ഓർ ഇൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. റിലേക്ക് കൊടുക്കാനുള്ള വോൾട്ടേജ് സപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ മെഷർമെന്റ് സിസ്റ്റത്തിന് കൊടുക്കാനുള്ള സപ്ലൈ കൊടുക്കുക എന്നുള്ള പർപ്പസ് ആണ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമർ ഓൾവേസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ദി കറക്റ്റ് ആൻസർ ഈസ് നൺ ഓഫ് ദിസ് എബോവ് ആണ്. PSC കൊടുത്ത ആൻസർ സി ആണ്. കറന്റ് ട്രാൻസ്ഫോമർ നെവർ ബിക്കം എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. കറന്റ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആവില്ല. ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. And question number 39. CRO is not used for. CRO, cathode ray oscilloscope. Electronic measuring instrument ആണ് CRO. CROയിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് CROയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഡിവൈസ് വിച്ച് പ്രൊവൈഡ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന ഡിവൈസസിനെയാണ് CRO എന്ന് പറയുന്നത്. ആ CROയിൽ നമ്മൾ വേവ് ഫോം ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അത് എന്തൊക്കെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫേസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം, ഫേസ് ഡിഫറൻസും മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം, ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാം, ഫ്രീക്വൻസിയിൽ നിന്ന് കിട്ടുന്ന അടുത്ത ടേമാണ് ടൈം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ കറണ്ട് വോൾട്ടേജ് മെഷർ യൂസ് ചെയ്യാം, ഫേസ് മെഷർ യൂസ് ചെയ്യാം, ഫ്രീക്വൻസി മെഷർ യൂസ് ചെയ്യാം. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ കറണ്ട് മെഷർമെന്റ്സ്. Then question number 40. Which one of the following can be used for inductance measurements? ബ്രിഡ്ജുകളാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. AC ബ്രിഡ്ജുകളാണ്, അതുപോലെ DC ബ്രിഡ്ജ്, ബീസ്റ്റൺ ബ്രിഡ്ജ് DC ബ്രിഡ്ജാണ്. അങ്ങനെ ബ്രിഡ്ജുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഇൻഡക്റ്റൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ബ്രിഡ്ജുകൾ നോക്കാം. റെസിസ്റ്റൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ബ്രിഡ്ജിന്റെ പേരാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് റെസിസ്റ്റൻസ് മെഷർമെന്റിന് ഓപ്ഷൻ ബി. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിഡ്ജുകൾ ഒന്ന് ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ഇൻഡക്റ്റൻസ് മെഷർ യൂസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ്. രണ്ടാമത്തെ ബ്രിഡ്ജാണ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. മാക്സ്വെൽസ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺ ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ഓവൻ ബ്രിഡ്ജ്. ഇത് നാലും ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജാണ്. മാക്സ്വെൽസ്, ആൻഡേഴ്സൺ, ഹെയ്സ് ബ്രിഡ്ജ്, ഓവൻ ബ്രിഡ്ജ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജുകളാണ് ഒന്ന് വെയിൻ ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ്. വെയിൻ ബ്രിഡ്ജും ഷെറിംഗ് ബ്രിഡ്ജും കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ ദി ബ്രിഡ്ജാണ് കപ്പാസിറ്റൻസ്. ദിസ് ഈസ് ഫോർ ഇൻഡക്റ്റൻസ്. ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഹാവിസൈഡ്സ് ബ്രിഡ്ജ്. ഹാവിസൈഡ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ബ്രിഡ്ജാണ് ഹാവിസൈഡ്സ് ബ്രിഡ്ജ്. അപ്പോൾ ഞാൻ എല്ലാ ബ്രിഡ്ജുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബ്രിഡ്ജുകളുടെ ആപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. Question number 41. Which one of the following is an electrical safety requirement? Use higher specified material for all installation. Correct answer ആണ്. Common fuse fitted for 2 or more sub-circuit. ഒരു കാരണവശാലും ഒരു സബ് കൂടുതൽ ഒരു ഫ്യൂസ് കണക്ട് ചെയ്യാൻ പാടില്ല. All the circuit must be wired up with 1 square mm wire. No. നമ്മുടെ വയറിന്റെ സെലക്ഷൻ, കേബിൾ സെലക്ഷൻ എന്ന് പറയുന്നത് ആസ് പെർ ദ കറന്റ് ഫ്ലോ. The power circuit is connected through ECLCB with 30 mA. No, that's wrong answer. Option A is the correct answer. 42. Which of the following is incorrect first aid provided to a person who has an electrical hazard? Electrical hazard സിറ്റുവേഷനിലൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒന്ന്, ഇമ്മീഡിയറ്റ്ലി ഗീവ് വാട്ടർ. ഒരു കാരണവശാലും ഇലക്ട്രിക്കൽ ഹസാർഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്ടർ കൊടുക്കാൻ പാടില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ്, ബാക്കിയിലൂടെ നോക്കിയിട്ട് പോവാം. ഇമ്മീഡിയറ്റ്ലി റിമൂവ് ദ ഇലക്ട്രിക്കൽ കോൺടാക്ട് ഫ്രം ദ ബോഡി ചെയ്യേണ്ട കാര്യമാണ്. ഇമ്മീഡിയറ്റ്ലി യൂസ് CPR ഇഫ് നീഡഡ്. ആവശ്യമുണ്ടെങ്കിൽ CPR കൊടുക്കുക. ഇമ്മീഡിയറ്റ്ലി ബ്രിങ് ദ മെഡിക്കൽ സപ്പോർട്ട്. ഇത് മൂന്നും ശരിയാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് വെള്ളം കൊടുക്കാൻ പാടില്ല. Then which one of the following statement is an electrical installation? Which one of the correct statement for an electrical installation? Fuse or switch must be provided with an earth conductor. ഒരിക്കലുമല്ല. No socket outlet is provided in bathroom. No, ബാത്റൂമിൽ സോക്കറ്റ് ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ a switch board is to be installed so that the bottom line 1.25 meter above the floor. Correct answer ആണ്. 1.25 ആണ് സ്വിച്ചിന് ബോട്ടം എന്നുള്ള ബോട്ടം പോയിന്റിലേക്കുള്ള ഹൈറ്റ്. Do not use armored cable in internal installations. No, option C is the correct answer. Question number 44. Which one of the following is wrong for testing insulation resistance between the wiring and earth? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. ഇത് ആക്ച്വലി മെഗർ യൂസ് ചെയ്ത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. ഇറ്റ്സ് ലോങ് പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകും. സോ ഐ എം ഗോയിങ് ടു സ്കിപ്പ് ദിസ് കണ്ടന്റ്. ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ് ബൈ PSC ബിക്കോസ് ദ ആൻസർ ഈസ് ഓപ്ഷൻസ് കറക്റ്റ് അല്ല. 45. In a lighting sub-circuit, the total load or number of points shall be permitted to. PSCയുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണത്. ലൈറ്റിംഗ് സബ് സർക്യൂട്ടിൽ 800 വാട്ട്സും 10 പോയിന്റും, പവർ സർക്യൂട്ടിൽ 3000 വാട്ട്സും 2 പോയിന്റും.
ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതില്ലാത്ത ചോദ്യ പേപ്പർ പി എസ് സിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. 46. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫുൾ ചാർജ് 12 വോൾട്ട് ബാറ്ററി? ഫുൾ ചാർജ് കണ്ടീഷനിൽ എങ്ങനെയാണ് മനസ്സിലാക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഇസ് 12 വോൾട്ട്. അതിനേക്കാൾ കറക്റ്റ് ആൻസർ ഇതിനകത്ത് എവിടെയുണ്ട്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് 1.21. ദാറ്റ്സ് എ കറക്റ്റ് പെർഫെക്റ്റ് ആൻസർ. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പെർഫെക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് സെല്ലിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. Electrolyte lead acid is an acid. Which acid? Sulfuric acid. It should be a dilute sulfuric acid. Option C. Correct answer. Anode ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മെറ്റീരിയൽ ലെഡ് പെറോക്സൈഡും കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മെറ്റീരിയൽ സ്പോഞ്ചി ലെഡും. ലെഡ് പെറോക്സൈഡും സ്പോഞ്ചി ലെഡും. ഈ മൂന്ന് പേരുകൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 48. ദ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. ബാറ്ററിയുടെ കപ്പാസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ആംബിയർ ഹവർ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഓപ്ഷൻ സി. ആംബിയർ ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് എ ബാറ്ററി, ഒരു മണിക്കൂറിലൊക്കെ എത്ര ആംബിയർ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ ഇതിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചതെങ്കിൽ രണ്ട് രീതിയിൽ എഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആംബിയർ ഹവർ എഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, വാട്ട് ഹവർ എഫിഷ്യൻസിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ വാട്ട് ആയിട്ട് തന്നിരിക്കുന്നത്. വാട്ട് അവർ എഫിഷ്യൻസിയും ആംബിയർ ഹവർ എഫിഷ്യൻസിയും ഇത് രണ്ടും എഫിഷ്യൻസി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടേബിളാണ്. ഓൾവേസ് ആംബിയർ ഹവർ എഫിഷ്യൻസി ഈസ് ഗ്രേറ്റർ ദാൻ വാട്ടർ ഹവർ എഫിഷ്യൻസി. ക്വസ്റ്റ്യൻ നമ്പർ 49. വിച്ച് ടൈപ്പ് ഓഫ് സോളാർ സെൽ ഈസ് മോർ എഫിഷ്യൻറ്റ്? ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സോളാർ സെൽ എന്ന് പറയുന്നത് മോണോയിൽ ക്രിസ്റ്റൽ സെല്ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. വാട്ട് നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ടു ഗെറ്റ് എ 24 വോൾട്ട് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫുള്ളി ചാർജ് കണ്ടീഷനിലാണെങ്കിൽ 2.1 വോൾട്ടും 2.6 വോൾട്ടും, ഡിസ്ചാർജ് കണ്ടീഷനിലാണെങ്കിൽ 1.8 വോൾട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ 24 വോൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 24 വോൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 × 12 12 സെല്ലുകൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെമ്പററി വൈൻഡിങ്. ഇതിനകത്ത് ടെമ്പററി വൈൻഡിങ് ഏതാണെന്നുള്ളത് ഇറ്റ്സ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ബൈ PSC. ടെമ്പററി വൈൻഡിങ് എന്ന് പറഞ്ഞൊരു വയറിംഗ് ആക്ച്വലി നമുക്ക് ഉണ്ട്, അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ബൈ PSC. ലൂപ്പ് വയറിംഗ് ഇതൊന്നും ടെമ്പററി വൈൻഡിങ് ആയിട്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ 52. വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വെർ ആസിഡ്സ് ഓർ ആൽക്കലി ആർ ലൈക്ലി ടു ബി പ്രസന്റ്? ആസിഡും ആൽക്കലിയും പ്രസന്റ് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന നോട്ട് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചത്. ഇതിനകത്ത് ആസിഡ് ആൽക്കലി സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വയറിംഗ് ഏതാണെന്ന് നോക്കാം. നമുക്ക് മെറ്റൽ ഷീത്ത് വയറിംഗ് ആണ്. അങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ലെഡ് ഷീത്ത് വയറിംഗ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. മെറ്റൽ ഷീത്ത് വയറിംഗ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് PSC ക്വസ്റ്റ്യൻ ഡിലീറ്റഡ്. 53. ദ IS സ്പെസിഫിക്കേഷൻ ഓഫ് എ വയർ യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ്. ഡൊമസ്റ്റിക് വയറിംഗിൽ യൂസ് ചെയ്യുന്ന IS സ്പെസിഫിക്കേഷൻ 1 square mm വയർ. ഇത് എല്ലാ സർക്യൂട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മോട്ടോർ സർക്യൂട്ടും പവർ സർക്യൂട്ടും ഇത് 1 square mm അല്ല, നോർമൽ സർക്യൂട്ട്, ലൈറ്റിംഗ് സർക്യൂട്ടാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്. 1 square mm വോൾട്ടേജ് നോക്കുക. 1 square mm രണ്ട് ഓപ്ഷൻ ഉണ്ട്. 11,000 വോൾട്ടേജും അതേപോലെ തന്നെ 240 നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് ആണ്. റേറ്റഡ് വോൾട്ടേജിൽ ഒരിക്കലും നമ്മുടെ വോൾട്ടേജിന് വയർ സെലക്ട് ചെയ്യില്ല. ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ദാറ്റ് ഈസ് 1100 11,100 വോൾട്ട്. ഓപ്ഷൻ ബി. 54. As per IS specification, maximum current carrying capacity of 1.5 square mm copper wire is. ഈ ചോദ്യത്തിന് PSC കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് 10 ആംപിയർ ആണ്. PSC കൊടുത്ത ആൻസർ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ടേബിൾ ആസ് പെർ BIS 694 എന്ന് പറയുന്ന ടേബിൾ പ്രകാരമുള്ള കറണ്ട് ആണ്. ഫോർ 0.5 mm square it is 4 ampere. For 0.75 mm square it is 7 ampere. For 1 mm square it is 11 ampere. For 1.5 square mm it is 14 ampere. For 2.5 it is 19 ampere. 4 mm square it is 26 ampere. This is the current value as per BIS 694. പിന്നെ ഇതിന് പല കണ്ടീഷൻസും വേറെ കാര്യങ്ങളുണ്ട്. ഇത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ എ സിംഗിൾ സ്ട്രാൻഡഡ് കണ്ടക്ടർ. ഇറ്റ്സ് നോട്ട് ഫോർ സിംഗിൾ കണ്ടക്ടർ. ഇറ്റ്സ് സിംഗിൾ സ്ട്രാൻഡ് അല്ല. സിംഗിൾ സ്ട്രാൻഡ് ആവുന്ന സമയത്ത് മാറും. അതുകൊണ്ട് ഡബിൾ സ്ട്രാൻഡ് ആകുമ്പോൾ അങ്ങനെ സ്ട്രാൻഡുകൾക്ക് അനുസരിച്ച് ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഫോർ ദിസ് ക്വസ്റ്റ്യൻ കേരള PSC ആസ് പെർ കേരള PSC ആൻസർ ഇസ് 10 ampere. ക്വസ്റ്റ്യൻ നമ്പർ 55. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്യൂസ് എലമെൻറ്റ്. ഫ്യൂസ് എലമെൻറ്റിനെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, കോപ്പർ,
സിൽവർ, അലുമിനിയം. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അലോയ്. നോക്കുക, ലെഡ് ആൻഡ് കോപ്പർ, അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, അലോയ് ഓഫ് ടിൻ ആൻഡ് അലുമിനിയം, കോപ്പർ കണ്ടക്ടർ. നമുക്കത് കറക്റ്റ് ആൻസർ 100% കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ് ബൈ PSC. 56. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. 56. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്യൂസ് ഇൻ ഹൗസ് വയറിംഗ്. ഹൗസ് വയറിംഗിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഫ്യൂസ് എന്ന് പറയുന്നത് കിറ്റ്കാറ്റ് ഫ്യൂസ് ആണ്. നമ്മുടെ നോർമലി റിവയറബിൾ ഫ്യൂസ് ആണ് കിറ്റ്കാറ്റ് ഫ്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 57. വൺ ഓഫ് ദി മെറ്റീരിയൽ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഫില്ലർ ഇൻ HRC ഫ്യൂസ്. HRC ഫ്യൂസിൽ ഫില്ലർ ആയിട്ട് യൂസ് ചെയ്യാത്തത് ആളാരാണ്? HRC ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത ഫാൾട്ട് കറണ്ട് ബ്രേക്ക് ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് HRC ഫ്യൂസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിനകത്ത് ഫില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആർക്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? HRC ഫ്യൂസിൽ ഫില്ലർ യൂസ് ചെയ്യുന്നത്. ഫില്ലർ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഒന്നെങ്കിൽ കോട്സ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഡസ്റ്റ്, മാർബിള്, അതേപോലെ തന്നെ ചോക്ക്. ഇതൊക്കെയാണ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുക, കോട്സ് ഉണ്ട്, സാൻഡ് നമുക്ക് ഡസ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. കാൽസ്യം കാർബണേറ്റും ഇറ്റ്സ് സിമിലർ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആണ്. ബട്ട് ഒരിക്കലും ഗ്രാഫൈറ്റ് പൗഡർ അവിടെ യൂസ് ചെയ്യില്ല. നമുക്ക് യൂസ് ചെയ്യില്ല. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 58. The one of which switch is used as an isolator in star delta starter. Star delta starter എന്ന് പറയുന്ന കണക്ഷൻ 3 phase ആണെന്ന് മനസ്സിലായി. SP ST എന്താണ്? ഇത് നാലും എന്താണെന്ന് നോക്കാം ആദ്യം. SP ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ ആണ് SP ST. ഡബിൾ പോൾ സിംഗിൾ ത്രോ ആണ് DPST. Iron clad triple pole, that is ICTP. Iron clad double pole, that is ICDP. നമുക്ക് പറഞ്ഞിരിക്കുന്നത് 3 phase ആണ്. 3 phaseന് സിംഗിൾ പോൾ വരാ, ഡബിൾ പോൾ വരാ, ഷുഡ് ബി ട്രിപ്പിൾ പോൾ, that is option ICTP. അതിനകത്ത് തന്നെ കിട്ടാവുന്ന. Then again PSC the same repeated question. Standard size of a copper plate for a plate earthing. Plate earthingന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60/60/3.15. If it is a GI, this is for copper. If it is GI, 60/60/6.3 GI ആണെങ്കിൽ. Suppose if it is a copper rod ആണെങ്കിൽ 12.5 into 2.5. GI rod ആണെങ്കിൽ 16 into 2.5. ഇത് മില്ലിമീറ്റർ ആണ്, ഇത് മീറ്റർ ആണ് കേട്ടോ. That is the standard dimension for earthing. Then question number 60. MCB used for an electrical installation is MCB, miniature circuit breaker. Miniature circuit breaker എന്ന് പറയുന്നത് ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എലമെന്റ് ആണ്. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എലമെന്റ്. സോ MCB used to protect from over current. Option B. Question number 61. In a DC machine, the yoke is made up of. DC മെഷീനിലെ പ്രധാനപ്പെട്ട പാർട്ടുകളാണ് ഒന്ന് യോക്ക്, രണ്ടാമത്തത് പോൾ കോർ ആൻഡ് പോൾ ഷൂ, മൂന്നാമത്തത് പോൾ കോറ് ഷൂ, പോൾ കോയില്, ദെൻ ആർമേച്ചർ കോയില്. ആർമേച്ചറിൻ്റെ കോയിലിന് പകരം കോറുണ്ട് ആദ്യം. ആർമേച്ചർ കോയിൽ, ആർമേച്ചർ കോറ്, ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ കോർ അല്ലെങ്കിൽ കോർ വൈൻഡിങ്. നെക്സ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റർ, നെക്സ്റ്റ് വൺ ബ്രഷ്. ഇത്രയാണ് DC മെഷീനിലെ പ്രധാനപ്പെട്ട പാർട്സ്. ഇതെല്ലാത്തിൻ്റെയും മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് യോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ഇതാണ് നമുക്ക് ചൂസിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ. പോൾ കോർ അല്ലെങ്കിൽ പോൾ ഷൂ ഉണ്ടാക്കിയിരിക്കുന്നത് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ. പുതിയ ഇതിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അനീൽഡ് സ്റ്റീലിൻ്റെ ലാമിനേഷൻസും യൂസ് ചെയ്യാറുണ്ട്. മീൻസ് സ്റ്റീൽ ഓർ ഇറ്റ്സ് അലോയ്. പോൾ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടറാണ്, കോപ്പറാണ്. ആർമേച്ചർ കോയിൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്, കോപ്പറാണ്. ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഷീറ്റാണ്, ലാമിനേറ്റഡ് സ്റ്റീൽ ഷീറ്റ്സ്. കമ്മ്യൂട്ടേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ് ഡ്രോൺ ഫോർജ്ഡ് കോപ്പർ, ഹാർഡ് ഡ്രോൺ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പർ, ഹാർഡ് ഡ്രോൺ ഡ്രോപ്പ് ഫോർജ്ഡ് കോപ്പർ. ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്.
Then question number 62. The armature of a DC machine is laminated in order to reduce. Armature of a DC machine laminated. Lamination seeds to reduce eddy current loss. Option B. Laminations thinner the laminations in the value thin down the samayathu resistance eddy current against resistance in a value koodikondirikkum. Then question number 63. For in a DC machine, the armature winding is placed on rotor 2. Armature winding endinanu rotor il vechadu. DC മെഷീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. DC മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC ഓപ്പറേറ്റ് ചെയ്യണം. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ ഷുഡ് ബി റൊട്ടേറ്റിംഗ് ടൈപ്പ്. സോ ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂട്ടേഷൻ വി ആർ യൂസ്ഡ് ആർമേച്ചർ വൈൻഡിങ് ഇൻ റോട്ടോർ. Question number 64. In a DC machine, the number of armature segments is equal to. This question is delete cheyu. Question തെറ്റാണ്. Number of armature segments is equal to. Number of armature segments അല്ല, number of commutator segments. Number of commutator segments ആയിരുന്നെങ്കിൽ which is equal to number of armature coils. Number of commutator segments is equal to number of armature coil. Then question number 65. The parallel paths of 8-pole duplex lap winding will be. ഇപ്പോൾ രണ്ട് ടൈപ്പ് വൈൻഡിങ് ഉണ്ട്, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്. മാത്രം പോരാ, നമ്പർ ഓഫ് പോൾസ് ഇൻ ടു പ്ലക്സ് ഓഫ് വൈൻഡിങ്. അതേപോലെ വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു 2 ഇൻ ടു പ്ലക്സ് ഓഫ് വൈൻഡിങ്. ചോദിച്ചിരിക്കുന്നത് 8-pole ഡുപ്ലക്സ് വൈൻഡിങ് ആണ്. 8-pole ഡുപ്ലക്സ്. സോ 8 അല്ല ആൻസർ, 16 ആണ് ആൻസർ. 8 into 2 which is 16. സിംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ഡുപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ട്രിപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ലൈക്ക് ദാറ്റ്. Then question number 66. Carbon brushes are preferable to copper brush. Preferable to അല്ല, preferable than copper brushes due to. കാർബൺ ബ്രഷ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബ്രഷ് എന്തിനാന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ചോദ്യം. ബ്രഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡ്യൂസ് സ്പാർക്കിംഗ്. ബ്രഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ടറിലെ എന്ത് ചെയ്യാണ്, കളക്ട് ചെയ്തെടുക്കുന്നതാണ്. കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആളാണ് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ചാൻസ് ഓഫ് സ്പാർക്കിംഗ്. സോ ടു റെഡ്യൂസ് സ്പാർക്കിംഗ് മെറ്റീരിയൽ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ബ്രഷ് യൂസ് ചെയ്യുന്നത്. ടു റെഡ്യൂസ് സ്പാർക്കിംഗ് ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഡി. Question number 67. The speed of a DC motor can be controlled by. Speed of a DC motor can be controlled by. DC motor voltage equation V is equal to EB plus IARA, or EB is equal to V minus IARA. I can write it as EB is equal to P phi NZ by 60. From this relation, N is proportional to EB by phi. So to change the speed, one option changing EB, second option changing flux. So ഈ ഓപ്ഷനിലേക്ക് നോക്കുക, കൺട്രോൾഡ് ബൈ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാം, അതേപോലെ തന്നെ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാം. ഹൗ? വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ ബി ആൻഡ് ആർ ഐ. ആർമേച്ചർ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ. 4 ആൻസറും ശരിയാണ്, 3 ആൻസറും ശരിയാണ്. കറക്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 68. മോട്ടോർ സ്റ്റാർട്ടർ ആർ എസെൻഷ്യൽ ഫോർ. എന്തിനാണ് മോട്ടറിനകത്ത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഡി സി മോട്ടർ നമ്മളിപ്പോൾ ഡി സി മെഷീൻസിലുള്ള സിറ്റുവേഷനാണ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ഡി സി മെഷീൻസ് ആണ്. ഡി സി മെഷീൻ സിറ്റുവേഷൻ എടുക്കുക. ഇ ബി മോട്ടർ റെസ്റ്റിലാണ്. ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണെന്ന് ഇവിടുന്ന് കണ്ടു. ബാക്ക് ഇ എം എഫിൻ്റെ വാല്യൂ അപ്പോൾ എന്ത് വരും? 0 വരും. മോട്ടർ ഈസ് ഇൻ റെസ്റ്റ്, ബാക്ക് ഇ എം എഫ് ഈസ് അറ്റ് 0. ദെൻ നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ വാല്യൂ ആയിരിക്കും. ആർമേച്ചർ റെസിസ്റ്റൻസിന് വളരെ ചെറിയ സ്മോൾ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ത് ചെയ്യും? വളരെ കൂടും. ഫുൾ ലോഡ് കറണ്ട് ഒരുപാട് നമ്പർ ഓഫ് ടൈംസ് ദാൻ ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ എക്സസ് കറണ്ട് വരും. ആ എക്സസ് സ്റ്റാർട്ടിംഗ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാനല്ല, ആക്സലറേറ്റ് ചെയ്യാനല്ല. അവോയ്ഡ് എക്സസ് സ്റ്റാർട്ടിംഗ് കറണ്ട്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. പ്രിവെന്റ് ഫ്യൂസ് പോളിംഗ് അല്ല. Question number 69. The efficiency of a DC motor when developing maximum mechanical power. Maximum mechanical power will be. For maximum mechanical power on the samayathu, it's less than 50%. Question number 70. If the load current and the magnetic flux of a DC motor are held constant and voltage applied across its terminals is increased by 50%, the speed of the motor will be.
ഈ സാധനം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 67 ഇക്വേഷൻ അടക്കം പറഞ്ഞതാണ്. സോ ഇഫ് ഇൻക്രീസ് ദ ആർമേച്ചർ ഇൻക്രീസ് voltage applied across the armature increase by 5%, speed also increase by 5%. Question number 71. The primary and secondary of a transformer are coupled. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും എങ്ങനെ കപ്പിൾ ചെയ്തിരിക്കുന്നു? മാഗ്നറ്റിക്കലി കപ്പിൾഡ്. ദർ ഇസ് നോ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ റിലേഷൻ കണക്ഷൻ ബിറ്റ്വീൻ primary and secondary of a transformer. Question number 72. The two-winding transformer operates at maximum efficiency when its two-winding transformer operates at maximum efficiency. For maximum efficiency in a transformer, ട്രാൻസ്ഫോമറിനകത്തുള്ള കോപ്പർ ലോസും അതേപോലെ തന്നെ അയൺ ലോസും ഈക്വൽ ആയിരിക്കണം. When copper loss is equal to iron loss, transformer have maximum efficiency. Option C. Then question number 73. The transformer that does not provide electrical isolation ഇല്ലാത്ത ട്രാൻസ്ഫോമർ, ഈ സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് ഓട്ടോ ട്രാൻസ്ഫോമർ. അതിനകത്ത് ഒരു വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എന്തില്ല? ദർ ഇസ് നോ സെപ്പറേഷൻ, ഇലക്ട്രിക്കൽ സെപ്പറേഷൻ ഇല്ല. ആൻസർ ഈസ് ഓട്ടോ ട്രാൻസ്ഫോമർ. Question number 74. The single speed of a three-phase induction motor having 20 poles and connected to 50 Hz supply is a repeated question. N is equal to 120 F by P. That's equal to 120 into 50 Hz divided by 20. It's equal to 300 RPM. Option A. Question number 75. In a squirrel cage induction motor, the maximum torque developed under running condition is. Squirrel cage induction motor la maximum torque in the relation T max is equal to K into E square. K is a constant. K into E square by 2x, which means it is directly proportional to applied voltage and inversely proportional to reactance. It independent of rotor resistance. So the option is C. Then question number 76. The purpose of starting winding in single phase induction motor is to starting winding എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഇല്ലാത്ത ഒരാളാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ലാത്തത് കൊണ്ടാണ് അത് സെൽഫ് സ്റ്റാർട്ട് അല്ലാത്തത്. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ കൊടുക്കുന്നത്? അഡീഷണൽ ആയിട്ട് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല, ഇനിഷ്യലി ഉള്ളത് പൾസേറ്റിംഗ് ഫ്ലക്സ് ആണ്. ആ പൾസേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സിനെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ആക്കി മാറ്റാനാണ് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് കൊടുക്കുന്നത്. സോ റെഡ്യൂസ് ദ റൊട്ടേറ്റിംഗ് ഫ്ലക്സ്, പ്രൊഡ്യൂസ് റൊട്ടേറ്റിംഗ് ഫ്ലക്സ് കൺജക്ഷൻ വിത്ത് മെയിൻ വൈൻഡിങ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് സ്പേസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തെടുക്കുക? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുക. 77. The stator of an alternator is identical to that of. Stator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is identical to three phase induction motor. ആൾട്ടർനേറ്ററിൻ്റെയും ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻ ഇറ്റ്സ് സിമിലർ. സ്റ്റേറ്റർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ സ്റ്റീലാണ്. റെഡി? Question number 78. An under-excited armature supply always leading VAR, leading reactive power. 79. The damper winding are used in alternators. Alternatorലെ damper winding യൂസ് ചെയ്യുന്നത് ഹണ്ടിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു പ്രിവെൻറ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്ററി ആയിട്ടുള്ള സ്പീഡ് ഫ്ലക്ച്വേഷൻസിനെ പറയുന്ന പേരാണ് ഹണ്ടിങ്. മൊമെൻ്ററി സ്പീഡ് ഫ്ലക്ച്വേഷൻസിനെ പറയുന്ന പേരാണ് ഹണ്ടിങ്. സോ ദ ഓപ്ഷൻ ഈസ് പ്രിവെൻറ്റ് ഹണ്ടിങ് എ. 80. A resistance split phase induction motor is used for. Resistance split phase induction motor is a single phase induction motor type. It's used for low inertial loads. Then that's all about electrical topics. ടോപ്പിക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോണിക്സിലേക്കാണ് പോകുന്നത്. ഇലക്ട്രോണിക്സിലെ നോക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അതേപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സാണ്. The decimal equivalent of this value. Decimal equivalent means ഇതിനെ എനിക്ക് ഡെസിമലിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ 101111.1101 ബൈനറി നമ്പർ ഡെസിമലിലേക്ക് ആക്കണം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 0 1 2 3 4 5. 2 into 5 into 1 plus 2 into 4 into 0 plus 2 raised to 3 into 1 plus 2 raised to 2 into 1 plus 2 raised to 1 into 1 plus 2 raised to 0 into 1 plus 2 raised to minus 1 into 1 plus 2 raised to minus 2 into 1 plus 2 raised to minus 3 into 1 plus 2 raised to minus 4 into 1. 2 raised to minus 3 into 0 ആണ്. So this value is 32. This is 0. This value is 8. This value is 4.
This value is 2. Next one 0.5, 0.25, ഇത് 0 ആണ്. 10⁻⁻⁴ എന്ന് പറഞ്ഞാൽ 0.0625. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 47.8125. ഓപ്ഷൻ ഡി. 1 nibble ഈസ്, മെമ്മറിയുടെ പല ടൈപ്പാണ്. 1 nibble is equal to 4 bit. ഏറ്റവും ചെറുത് ബിറ്റാണ്. ബിറ്റ് 4 ബിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിബിൾ ആവും. 8 ബിറ്റ് ചെറിയ കഴിഞ്ഞാൽ അത് ബൈറ്റ് ആവും. 1024 ബൈറ്റ് കയറി കഴിഞ്ഞാൽ അത് കിലോ ബൈറ്റ് ആവും. 1024 KB വന്നു കഴിഞ്ഞാൽ അത് മെഗാബൈറ്റ് ആവും. 1024 മെഗാബൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ജിഗാബൈറ്റ് ആവും. 1024 ജിഗാബൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ടെറാബൈറ്റ് ആവും. റെഡി? Then option A is 82 string of 4 bits. 4 bit is equal to 1 nibble. 83. If A and B are inputs of exclusive OR, XOR gate, the output Y is given by exclusively or Y is equal to A XOR B. The operation A XOR B means A complement B plus B complement A. A complement B plus B complement A. Option A. 84. The Boolean expression y equal to a into a plus b is equal simplified, it becomes a into a plus b become a. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് ഉണ്ട്. a plus 1 is equal to a plus 0 is equal to a, sorry it's not a plus a plus എന്ന് a into നല്ല നമ്മൾ വായിക്കുക. a or b, a or 1 equal to a or 0 is equal to b, and a and 1 equal to a and 0 is equal to 0, a or a is equal to a, and a and a is equal to a, not a complement equal to a and a or a complement equal to 1, a and a complement equal to 0. ഇത് യൂസ് ചെയ്ത് നിങ്ങൾ a into a plus b സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ a and a or b സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ a and a plus a and a or a and b, a or a b, a and 1 or b, a and b, a and 1 equal to a. Correct answer A വരും. Question number 85. The minimum number of flip-flops required to build a mode 20 counter. Mode 20 counter. Minimum to get 20 counter ആണ് വേണ്ടത്. അപ്പോൾ എത്ര വേണമെന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. 2n ആണ്. അപ്പോൾ 2n നോക്കാം. 2/4 എന്ന് പറഞ്ഞാൽ 16 മോഡ് വരെ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. ഇനി 2/5 എടുത്ത് നോക്കുക. 2/5 എന്ന് പറഞ്ഞാൽ 32 ആണ്. ചോദിച്ചിരിക്കുന്നത് 20 ആണ്. ഇതിനിടയിൽ ആരും ഇല്ല. വിച്ച് മീൻ ഫ്രം 16 മോഡ് ടു 32 മോഡ്, 16 മോഡ് മുതൽ 32 മോഡ് വരെയുള്ള ഏത് മോഡിൽ വേണമെങ്കിലും അതിനകത്ത് 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും വേണ്ടിയത്. കോമൺ ആണ്. 5. ദ ഫാൻ ഔട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഈസ്, എന്താണ് ഫാൻ ഔട്ട്? ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിന് എത്ര ഇൻപുട്ടുകളെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, മറ്റ് എത്ര ഡിജിറ്റൽ ഇൻപുട്ടുകളെ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഫാൻ ഔട്ട്. നോക്കുക, നമ്പർ ഓഫ് ഇൻപുട്സ് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സർക്യൂട്ട് വിച്ച് അല്ല, നമ്പർ ഓഫ് ഇൻപുട്സ് കണക്റ്റഡ് ടു ഗേറ്റ് വിത്തൗട്ട് എനി ഡെലിഗേഷൻ ടു വോൾട്ടേജ് ലെവൽ. എത്ര ഇൻപുട്ടുകളെ കണക്ട് ചെയ്യാൻ പറ്റും? സോറി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സർക്യൂട്ട്സ് വിച്ച് ദ ഗേറ്റ് ക്യാൻ ഡ്രൈവ് മീൻസ് അടുത്ത ആ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് എത്ര ഇൻപുട്ടുകളെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സബ്സീക്വന്റ് സർക്യൂട്ട്സ്, എത്ര സർക്യൂട്ട്സ് അല്ലെങ്കിൽ എത്ര ഇൻപുട്ടിനെ കണക്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 87. ഹൗ മെനി 7483 IC ആർ റിക്വയർഡ് ടു ആഡ് 2 byte ഡാറ്റ? 2 byte ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണം? 7483 ICയിൽ 4 bit ഡാറ്റ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിക്വയർഡ് ടു ആഡ് 2 bytes ഓഫ് ഡാറ്റയാണ്. ബിറ്റ് അല്ല ചോദിച്ചത്, ബൈറ്റാണ്. അപ്പോൾ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് വരണം. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്? 4 ബിറ്റാണ്. അപ്പോൾ 8 ബിറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര IC വേണം? 2 IC വേണം. ഓപ്ഷൻ ബി. ബൈ പ്ലേസിങ് ആൻ ഇൻവെർട്ടർ ടു ദ ഇൻപുട്ട് ഓഫ് ആൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. SR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഇൻപുട്ടിലേക്ക് നമ്മളൊരു ഇൻവെർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് മാറും. ഓപ്ഷൻ ബി. The number of flip-flop needed to divide input frequency by 64. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 85ന്റെ റിവേഴ്സ് ആണ്.
മോഡ് 80 കൗണ്ടർ അല്ലെങ്കിൽ മോഡേൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കൗണ്ടർ സെയിം ആണ്. മോഡേൺ കൗണ്ടറും ഡിവൈഡ് ആൻഡ് കൗണ്ടറും സെയിം ആണ്. അപ്പോൾ 2n എന്നുള്ളത് എത്ര വരണം? 64 വരണം. അപ്പോൾ 2n 60 വരണം എന്നുണ്ടെങ്കിൽ 2/6 ഈക്വൽ ടു 64. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Question number 90. Which one of the following is not a specification of DAAD? Analog digital analog converter ന്റെ 5 സ്പെസിഫിക്കേഷനിൽ വരാത്തൊരാണ് ഗെയിൻ. Then question number 91. In a thyristor ഓപ്ഷനിൽ ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ആണ്. എന്താണ് ലാച്ചിങ് കറണ്ട്, എന്താണ് ഹോൾഡിംഗ് കറണ്ട്? ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കറണ്ട്, ആനോഡിന് വേണ്ട ഒരു മിനിമം കറണ്ട്. നമ്മൾ ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്തതിന് ശേഷവും ഫോർവേഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. ലാച്ചിങ് കറണ്ട് ഈസ് ദ മിനിമം കറണ്ട് വിച്ച് ആനോഡ് മസ്റ്റ് ഓപ്പറേറ്റ് ഇൻ ഫോർവേഡ് കണ്ടീഷൻ വെൻ ദർ ഇസ് നോ ഗേറ്റ് കറണ്ട്. ഗേറ്റ് കറണ്ട് ഇല്ലെങ്കിലും, ഗേറ്റ് കറണ്ട് ഇല്ല മീൻസ് റിമൂവ് ചെയ്തതിന് ശേഷവും ഫോർവേഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാനുള്ള മിനിമം ആനോഡ് കറണ്ടിനെയാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയാം. അതേപോലെ തന്നെ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിനിമം വാല്യൂ ഓഫ് കറണ്ട് below which anode current fall to off stage. Anode current falls off സ്റ്റേജിലേക്ക് വരുന്ന മിനിമം കറണ്ട് ആദ്യം താഴോട്ട് ആനോഡ് ഓഫ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇറ്റ്സ് റിലേറ്റഡ് ടു സംതിങ് ഓഫ് കണ്ടീഷൻ. ഓപ്ഷൻ IH ആൻഡ് ഓഫ് കണ്ടീഷൻ അല്ല, രണ്ടിൻ്റെയും സിറ്റുവേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ രണ്ടും ഓൺ കണ്ടീഷനിൽ ഉള്ള രണ്ട് ടേമുകളാണ് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കണ്ടീഷൻ, സ്വിച്ച് ഓൺ കണ്ടീഷൻ. അതേപോലെ തന്നെ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴോട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. സോ അതും നമ്മൾ റിവേഴ്സ് പറയുമ്പോൾ ഓൺ കണ്ടീഷനിൽ വരുന്ന രണ്ട് ടേമുകളാണ് ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും. Question number 92. For a UJT employed triggering of an SCR, intrinsic standoff ratio is equal to 0.64 and DC source voltage 20 volt. The UJT would trigger when the emitter voltage is. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. E equal to V plus eta VB എന്നാണ്. ദെൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.3 പ്ലസ് 0.64 ഇൻറ്റു 20 ദാറ്റ്സ് ഈക്വൽ ടു 13.1 വോൾട്ട്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ബൈ PSC. So question number 93. In a properly biased JFET will act as. പ്രോപ്പർലി ബയാസ്ഡ് ആയിട്ടുള്ള JFET ആക്ട് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് പ്രോപ്പറായിട്ട് ബയാസ് ചെയ്തിരിക്കുന്ന JFET. ഓപ്ഷൻ സി. 94. The structure of IGBT. IGBTയുടെ സ്ട്രക്ചർ PNNP. IGBTയുടെ സ്ട്രക്ചർ PNNP. ഓപ്ഷനിൽ PNNP ഇല്ല. സോ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ്. Then question number question number 95. The question deleted അല്ല. ക്വസ്റ്റ്യനിൽ PSC കൊടുത്തിരിക്കുന്ന ആൻസർ PNPN സ്ട്രക്ചർ കണക്റ്റഡ് ബൈ മോസ്ഗേറ്റ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ആക്ച്വൽ സ്ട്രക്ചർ PNNP ആണ്. 95. The anode current through conducting SCR is 10 ampere. If the gate current is made 1/4, then what will be the anode current? Gate current നമ്മൾ 1/4 ആക്കി, SCRൽ കൂടെ anode current 10 ampere ആണ്. അങ്ങനെയാണെങ്കിൽ ആനോഡ് കറണ്ട് എത്ര എന്നുള്ളതാണ്. ആനോഡ് കറണ്ട് ത്രൂ SCR 10 ആംപിയർ. ഇറ്റ്സ് ഗേറ്റ് കറണ്ട് മേഡ് 1/4. ഗേറ്റ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഓൺലി ട്രിഗർ ദ CR, ഓൺലി യൂസ് ടു ട്രിഗർ ദ SCR ഓർ ടേൺ ഓൺ ദ SCR ഇൻഡിപെൻഡൻറ്റ് വിത്ത് ആനോഡ് കറണ്ട്. സോ എത്രയാണോ ഇവിടെ വരുന്ന ആനോഡ് കറണ്ട് അത് തന്നെ ഉണ്ടാവും 10 ആംപിയർ. Then question number 96. Which one of the following device is used for triggering triac? ട്രയാക്ക് ട്രിഗർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഡയാക്ക്. എ ബൂസ്റ്റ് റെഗുലേറ്റർ ഹാസ് എൻ ഇൻപുട്ട് വോൾട്ടേജ് 5 volt and average output voltage 15 volt. What is the duty cycle? V0 is equal to Vs by 1 minus alpha. Duty cycle means alpha. Alpha ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 1 minus alpha is equal to Vs by V0 which is 5 by 15 that is equal to 1 by 3. Alpha is equal to 1 minus 1 by 3 that is equal to 2 by 3. Option B. Question number 98. For full bridge inverter with the following load, R is equal to 4XL 10 ohm, XC is equal to 6 ohm. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫേസ് എത്രയാണെന്നുള്ള XL XC നോക്കുക. XL 10 ohm ആണ്, XC 6 ohm ആണ്. XL is greater than XC. P equal to tan inverse angle. P is equal to tan inverse XL minus XC divided by R. Tan inverse 4 by 4
equal to 4/4 എന്ന് പറഞ്ഞാൽ tan inverse 1. Tan inverse 1 means 45 degree. അപ്പോൾ XL is greater than XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാഗിങ് ആണെന്ന് മനസ്സിലായി. സോ കറണ്ട് ലാഗ്സ് 45 degree by voltage. ഓപ്ഷൻ B. Which one is the used to protect thyristor from DIDT condition? DIDT means change in current. Change in current ne protect ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കറണ്ടിനെ പ്രിവെന്റ് ചെയ്യുന്ന ആളിനെ പറയുന്നവരാണ് ഇൻഡക്ടർ. സോ ഇൻഡക്ടർ ഇസ് ദ കറക്റ്റ് ആൻസർ. Then question number 100. 6Ah in a UPS battery specification means ബാറ്ററിയുടെ കപ്പാസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടേമാണ് ആംബിയർ ഹവർ. ആംബിയർ ഹവറിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബിലിറ്റി ടു ഡിസ്ചാർജ് കറണ്ട് ഇൻ ആംബിയേഴ്സ് കണ്ടിന്യൂസ്ലി ഫോർ 1 hour. 1 hour കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള അബിലിറ്റിയെ പറയുന്ന പേരാണ് ആംബിയർ ഹവർ. ഇതിലേക്ക് 6 ആംബിയർ ഫോർ 1 hour എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അതിന് പക്ഷേ ഇതിൻ്റെ വേറൊരു അർത്ഥം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് 6 ആംബിയർ കൊടുത്ത് എന്നുള്ളതാണ്. പക്ഷേ PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ആയിട്ടൊരു ആൻസർ ഇല്ല. ബട്ട് 6 ആംബിയർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആംബിയർ കറണ്ട് കണ്ടിന്യൂസ്ലി ഇൻ 1 hour. 1 hour കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ മീനിങ്. അബിലിറ്റി ടു ഡിസ്ചാർജ് സപ്ലൈ മീൻസ് ഡിസ്ചാർജിങ് കറണ്ട് ഇൻ ആംബിയർ കണ്ടിന്യൂസ്ലി ഫോർ 1 hour. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ 32/2020. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സൈഡ് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സൈഡ് ചോദിച്ചിരിക്കുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സുമാണ്. കൂടുതൽ പവർ ഇലക്ട്രോണിക്സ് 10 ചോദ്യങ്ങളിൻ്റെ അടുത്ത് പവർ ഇലക്ട്രോണിക്സിന് വന്നിട്ടുണ്ട്. ഏകദേശം 8 മുകളിൽ പവർ ഇലക്ട്രോണിക്സിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സാണ് ഇതിനകത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. This is a minimum diploma based qualification exam ആയിരുന്നു. അതുകൊണ്ടുകൂടെയാണ് പവർ ഇലക്ട്രോണിക്സിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്തത്. So if you have any doubt, you can contact me through my WhatsApp number or you can comment to this video. My WhatsApp number is given in first of the video. I'll give once again 91 +91 977 813 9987. Then WhatsApp me your doubts or any suggestions, something. That's all for today. Thank you.